ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ വന്നിട്ടുള്ളത് ഈവനിങ് സ്നാക്സ് ആയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നതിന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണും. എങ്കിലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങളുടെ ഫോണിലോട്ട് നോട്ടിഫിക്കേഷനായി ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു പാനിലോട്ട് ലേശം വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു സ്പൂണ് എരിവിന് ആവശ്യമായിട്ട് മുളക് പൊടി, ലേശം ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തിള വരുമ്പോൾ അതിലോട്ട് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഒരു 3 ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ. അത് നമുക്കതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. 2 സവാളയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇട്ട് കൊടുക്കാം. മല്ലിയില ഇപ്പം എൻ്റെ കയ്യിലില്ല. ഇനി നമുക്കെല്ലാം കൂടെ നല്ല സ്മൂത്തായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. ഇനിയിപ്പോൾ ലേശം ഓയിൽ നമുക്ക് തേച്ച് കൊടുക്കാം. അതിന് ശേഷം അതിലോട്ട് നമുക്ക് നമ്മുടെ മാവ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഒന്നും കൂടെ. ഇനി നമുക്ക് റൗണ്ട് ഷേപ്പിൽ ലേശം കട്ടിയിലൊന്ന് പരത്തിയെടുക്കാം. അതിന് ശേഷം നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഒരു കോൺ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ചൂടായ എണ്ണയിലിട്ടാണ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ടേസ്റ്റ് ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു സ്നാക്സ് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.